ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ സെക്കൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ബ്രിട്ടൻ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നേരെ പാഠത്തിലേക്ക് കടക്കാം. സാമ്പത്തികവും അല്ലാത്തതുമായ സഹകരണം എന്നത് ചരിത്രത്തിൻ്റെ ഭൂരിഭാഗം കാലത്തും നിലനിൽക്കുന്ന ഒരു ആശയമാണ്. ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഓരോ വ്യക്തിയുടെയും പ്രയത്നത്തിൻ്റെ ആകത്തുകയേക്കാൾ കൂടുതൽ നേടാൻ കഴിയുമെന്ന് ആളുകൾ അക്കാലത്തെ മുമ്പ് പഠിച്ചു. വേട്ടയാടൽ, ജീവിക്കുക, ആരാധിക്കുക, പാചകം ചെയ്യുക, കൂട്ടമായി നിന്ന് അഭയം നൽകുക എന്നിവയിലൂടെയുള്ള കൂട്ടായ ശക്തിയുടെ ഗുണവും സഹകരണത്തിൻ്റെ സാധ്യതയും ആദ്യകാല സംസ്കാരങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. 1840കളോടെ നിരവധി സഹകരണ സംഘങ്ങൾ സ്ഥാപിതമായെങ്കിലും അത്തരം സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള പരിമിതമായ നിയമനിർമ്മാണം കാരണം സാമ്പത്തിക ദുർഭരണമോ വഞ്ചനയോ മൂലം പലപ്പോഴും പലതും വിജയിച്ചിരുന്നില്ല. ഫാക്ടറികളിലെ ജോലി കൂടുതൽ ഫലവത്തായപ്പോൾ പരിമിതമായ സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചുള്ള ധാരണ കാരണം സഹകരണ സംഘങ്ങൾക്ക് അവരുടെ അംഗത്വം നിലനിർത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടേണ്ടി വന്നു. വിദ്യാഭ്യാസവും സാമൂഹികപരവുമായ നേട്ടങ്ങൾക്കൊപ്പം അംഗത്വത്തിന് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടവും ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി. റോച്ച്ഡെൽ സൊസൈറ്റി ഓഫ് ഇക്വിറ്റബിൾ പയനിയേഴ്സ് എന്ന് പറയുന്ന സംഘടന സംഘടിപ്പിച്ച 28 ടെക്സ്റ്റൈൽസ് തൊഴിലാളികളുടെ ഒരു കൂട്ടമാണ് ആധുനിക സഹകരണ പ്രസ്ഥാനം. 1855-ൽ 1400 അംഗങ്ങളുമായിട്ട് റോച്ച്ഡെൽ പയനിയേഴ്സ് സൊസൈറ്റി വളരെ വിജയിക്കുകയും 1870ഓടെ 5560 അംഗങ്ങളായിട്ട് അധിക സ്റ്റോറുകൾ ആരംഭിച്ചതിന് ശേഷം സഹകരണം കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്തു. ഈ വിജയം തുടർന്നുള്ള ദശകങ്ങളിൽ UK-യിലുടനീളവും എന്നാൽ പ്രധാനമായിട്ടും വടക്കൻ ഇംഗ്ലണ്ടിലെ വ്യാവസായിക കേന്ദ്രങ്ങളിൽ ഉടനീളം സഹകരണ സംഘങ്ങളുടെ കുതിപ്പിന് പ്രോത്സാഹനം നൽകി. അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെയായിരുന്നു ആ റോച്ച്ഡെൽ തത്വങ്ങൾ എന്ന് നോക്കാം. റോച്ച്ഡെൽ തത്വങ്ങൾ. റോച്ച്ഡെൽ സൊസൈറ്റി ഓഫ് ഇക്വിറ്റബിൾ പയനിയേഴ്സ് 1844-ൽ സ്ഥാപിതമായി. മുമ്പ് സഹകരണ സംഘങ്ങൾ പരീക്ഷിച്ച ജനാധിപത്യ സംഘടനയുടെ നിരവധി പ്രധാന സവിശേഷതകൾ റോച്ച്ഡെൽ പയനിയർമാർ അവരുടെ തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തത് ജനാധിപത്യ നിയന്ത്രണം, ഒരു അംഗം ഒരു വോട്ട്. രണ്ടാമത്തത് ഓപ്പൺ മെമ്പർഷിപ്പ്. മൂന്നാമത്തത് മൂലധനത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ പരിമിതമായ പലിശ. അടുത്തത് വാങ്ങലുകളുടെ ലാഭവിഹിതം. 5 കർശനമായി പണമിടപാട്. 6 മായം കലരാത്ത ശുദ്ധമായ വസ്തുക്കളുടെ വിൽപ്പനയും. 7 സഹകരണ തത്വങ്ങൾ അംഗങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകൽ. 8 രാഷ്ട്രീയമായും മതപരമായിട്ടുള്ള നിഷ്പക്ഷത. ഈ തത്വങ്ങൾ സഹകരണത്തെ സംബന്ധിച്ച് നിരവധി വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. ഒന്നാമതായി, സഹകരണ സ്ഥാപനങ്ങൾ അംഗങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതും നിയന്ത്രണിതവുമായ ബിസിനസ്സുകളാണ്. അതിൽ എല്ലാ അംഗങ്ങൾക്കും ബിസിനസ്സിൻ്റെ ഭരണത്തിൽ തുല്യമായ അഭിപ്രായമുണ്ട്. ഒരു അംഗം ഒരു വോട്ട്. ഒരു വ്യക്തിക്ക് എല്ലാ അധികാരങ്ങളും കൈവശം വച്ചിരിക്കുന്ന കുത്തക ഉടമസ്ഥതക്കും ഒരാളുടെ നിക്ഷേപത്തിൻ്റെ വലുപ്പത്തെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗത കോർപ്പറേറ്റ് ഉടമസ്ഥർക്കും വിരുദ്ധമാണ് സഹകരണ സ്ഥാപനങ്ങൾ. രണ്ടാമതായി, സഹകരണ സ്ഥാപനങ്ങൾ അവരുടെ അംഗങ്ങളാണ് സേവിക്കുന്നത്, അല്ലാതെ ഊഹക്കച്ചവട മൂലധനത്തിൻ്റെ താൽപ്പര്യങ്ങളെയല്ല. നിക്ഷേപത്തിൻ്റെ തിരിച്ചുവരവിനും ഷെയർ ഹോൾഡിങ്ങിനും പരിധികൾ സ്ഥാപിക്കുന്നതിലൂടെ സഹകരണ സ്ഥാപനങ്ങൾ ലാഭം തേടുന്ന നിഷേധങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു. പകരം സഹകരണ സ്ഥാപനങ്ങൾ പ്രാദേശിക നിയന്ത്രണവും ബിസിനസ് ഉപയോഗിക്കുന്ന ആളുകളുടെ നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുന്നു. മൂന്നാമതായിട്ട്, സഹകരണ സംഘങ്ങൾ അംഗങ്ങളെ വിദ്യാഭ്യാസത്തിലൂടെ അവരുടെ ഓർഗനൈസേഷനെ സജീവമായി ഭരിക്കാനും മറ്റ് സഹകരണ സംഘങ്ങളെ അവരുടെ അംഗങ്ങളെ മികച്ച രീതിയിൽ സേവിക്കാനും സഹായിക്കുന്നു. മറ്റ് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയും സംഘടിപ്പിക്കുകയും സംഘങ്ങൾക്ക് വികസന സഹായം നൽകുകയും ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ആത്യന്തികമായി സഹകരണ സംഘങ്ങൾ നിലനിന്നിരുന്നത് അംഗങ്ങളുടെ നേട്ടത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, പ്രാദേശിക കമ്മ്യൂണിസ്റ്റുകളെ സേവിക്കാനും ശക്തിപ്പെടുത്താനും നിലനിർത്താനും വേണ്ടിയാണ്. 1883-ൽ വിമൻസ് കോ-ഓപ്പ് ഗിൽഡ് രൂപീകരിച്ചു. കോപ്പറേറ്റീവ് ന്യൂസിൽ ഒരു വിമൻസ് കോർണർ ആരംഭിച്ചിരുന്നു. ഒരു കത്താണ് സഹകരണ പ്രസ്ഥാനത്തിനുള്ളിൽ ഒരു വനിതാ സംഘടന രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചത്. 50 അംഗങ്ങളോടെ ജൂണിൽ ആരംഭിച്ച ആദ്യ ശാഖ സെപ്റ്റംബറിൽ ഹെബ്ഡൻ ബ്രിഡ്ജിൽ സ്ഥാപിച്ചു. കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മുൻഗാമിയായ ഇനഡ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് പുതിയ കെട്ടിടങ്ങളോ സ്ഥലമോ പുതിയ ഉപകരണങ്ങളോ വാങ്ങുന്നതിലൂടെ സൊസൈറ്റികൾക്ക് വിപുലീകരണത്തിനായി വായ്പകൾ നൽകി. അംഗങ്ങൾക്കുള്ള സേവനങ്ങളും ഇനഡയും സഹകരണ നിയമ സേവനവും ബാക്കിയുള്ള എല്ലാ ബിസിനസ്സും നൽകാൻ തുടങ്ങി.
1942 ലണ്ടൻ കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ ആദ്യത്തെ സെൽഫ് സർവീസ് ഷോപ്പ് തുറന്നതിന് ശേഷം സ്വയം സേവന സ്റ്റോറുകളുടെ വികസനത്തിന് സഹകരണ പ്രസ്ഥാനം നേതൃത്വം നൽകി. 1950കളിൽ UK-യിലെ 90% സെൽഫ് സർവീസ് ഷോപ്പുകളും സഹകരണ സംഘങ്ങളാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ബ്രിട്ടൻ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.